ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു DIY ഫേസ് വാഷ് പൗഡറാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ആവശ്യം നമുക്ക് 2 സ്പൂൺ ഓട്സ് ആണ്. ഞാനിവിടെ 2 സ്പൂൺ ഓട്സ് നന്നായിട്ട് പൊടിച്ച് എടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ഇല്ലാത്തൊരു പാത്രത്തിൽ വേണം നമ്മളത് എടുക്കാനായിട്ട്. അതിലേക്ക് 2 സ്പൂണ് മുൾട്ടാനി മിട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓട്സ് നമ്മുടെ ഫേസിൽ ഡേർട്ടും ഓയിലും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുൾട്ടാനി മിട്ടി നമ്മുടെ ഫേസിൽ ടാനിങ്ങും പിഗ്മെൻറ്റേഷനും ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മുൾട്ടാനി മിട്ടി പിന്നെ ഓയിൽ റെഡ്യൂസ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. 2 സ്പൂൺ മുൾട്ടാനി മിട്ടി ഇട്ടതിന് ശേഷം ഞാൻ 1 സ്പൂണ് കസ്തൂരി മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്തൂരി മഞ്ഞൾ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും ഫേസിന് ചെറിയൊരു ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഞാൻ 1 സ്പൂണ് ചന്ദനപ്പൊടിയാണ് ചേർക്കുന്നത്. രക്തചന്ദനപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ചന്ദനപ്പൊടി നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സും സ്കാർസും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫേസ് വാഷ് പൗഡർ നമുക്ക് ഫേസ് വാഷ് പൗഡറായിട്ടും അതുപോലെ തന്നെ ഫേസ് മാസ്ക് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചെറിയൊരു ഗ്ലോ കിട്ടും പോലെ ഫീൽ ചെയ്യും. പിന്നെ ശ്രദ്ധിക്കുക, നമ്മളിതൊക്കെ എടുക്കുമ്പോൾ ആ എടുക്കുന്ന പാത്രത്തിലോ സ്പൂണിലോ ഒന്നും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോവും. ഇത് നമുക്കൊരു 1 വീക്കൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് 2 സ്പൂണ് കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പൊടി നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൈൽഡായിട്ട് ഒരു എക്സ്ഫോലിയേഷനും കടലപ്പൊടി നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫേസ് വാഷ് പൗഡറിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് അടച്ചു വയ്ക്കാം. നമുക്ക് പിന്നെ ആവശ്യമാണെങ്കിൽ ഇതിലേക്ക് പയറുപൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ അത് ചേർക്കുന്നില്ല. കാരണം ഇത് നമുക്ക് ഒരുപാട് ദിവസം യൂസ് ചെയ്യണമെങ്കിൽ പയറുപൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബോട്ടിലെടുത്ത് ഈ ഒരു മിക്സ് അതിലേക്ക് ഇടുന്നുണ്ട്. എനിക്ക് ഗ്ലാസ് ബോട്ടിലൊന്നും കിട്ടാത്തതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ബോട്ടിലാക്കിയതിന് ശേഷം നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ആവശ്യത്തിന് 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് റോസ് വാട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ തൈരോ എന്താണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ റോസ് വാട്ടർ യൂസ് ചെയ്തത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഫേസ് ഒന്ന് സോപ്പൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്ലൈ ചെയ്ത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. അല്ല ഇതിപ്പോൾ പാക്കായിട്ടാണ് ഇടുന്നതെങ്കിൽ നമ്മളൊരു 5 മിനിറ്റെങ്കിലും വച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഈ ഒരു പാക്ക് നമ്മൾ ഫേസ് വാഷ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഫേസ് പാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വീക്ക്ലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനിത് വെറും 2 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. അതിനുശേഷം വാഷ് ചെയ്ത് കളഞ്ഞു. വാഷ് ചെയ്തിട്ടുള്ള ഫേസ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും, ചെറിയൊരു ഗ്ലോ ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.